ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടാത്താസ് ബ്ലോഗ്. സുഖമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും? പിന്നെ ഇന്ന് 1-ാം തീയതി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ അമ്പലത്തിലേക്ക് പോകട്ടോ. ഞാൻ വേഗം പോകട്ടോ, 8:30 9 മണിക്ക് ക്ലോസ് ആവും. പോവാൻ അരമണിക്കൂർ വേണം. എന്തായാലും വേഗം പോട്ടെ കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ചല്ല അരമണിക്കൂർ നടക്കാണ്ട്. ഞാൻ വേഗം നടക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ എത്തിട്ടോ. അരമണിക്കൂർ കൊണ്ട് എത്തുന്ന സമയത്ത് ഞാൻ 20 മിനിറ്റ് കൊണ്ട് എത്തിയേ. സ്പീഡ് നടന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വന്നിട്ടോ കയറ്റം കയറാണ്ട്. അപ്പോൾ ഞാൻ വേഗം വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനില്ലേ ഇന്ന് നിങ്ങൾക്ക് ഹോം ടൂർ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയി വന്ന് കുറച്ച് ഉറങ്ങിയിട്ട് എന്താ അറിയോ, ഇന്നലെ നൈറ്റ് കിടക്കുമ്പോൾ 1:30 ആയിട്ടുണ്ട്. എന്താ വീടൊക്കെ എഡിറ്റ് ആക്കിയിരുന്നു. അങ്ങനെ 1:30 ആയി. പിന്നെ രാവിലെ നേരത്തെ എണീച്ച് അമ്പലത്തിൽ പോയി. പിന്നെ വന്നപ്പോൾ ഞാൻ ഉറങ്ങി, ഉറക്കം ഫുള്ളാക്കി. അപ്പോൾ ഇനി കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ പോകണേ. ഞാൻ എന്തായാലും ഹോം ടൂർ കാണിച്ചു കേട്ടോ. നിങ്ങൾ കുറേ ആയി പറയുന്നത്. ഇന്ന് എടുക്കാൻ കഴിയുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എടുക്കാൻ കഴിയൂല. എൻ്റെ ക്യാമ്പ് സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട്. 3 ദിവസം കൂടി. അതൊക്കെയാണ് തുടങ്ങും. 3 ദിവസമല്ലേ? മൺഡേ തുടങ്ങും. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ ഹോം ടൂർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരേ. ഞാനല്ലേ ഫസ്റ്റ് എൻ്റെ റൂം കാണിച്ചു തരാം കേട്ടോ. എന്താ ഇവിടെ ഞാൻ പഠിക്കുന്ന ടേബിളാണ്. ഇവിടെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കൽ ഇവിടെ നിന്നാണ്. പിന്നെ അവിടെ ഓരോന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഇത് ഏച്ചിൻ്റെ കുട്ടീൻ്റെ ടെഡ്ഡി ബിയറാണ്. ഇവിടെ ഇതൊക്കെ ഇത് ഏച്ചിക്ക് കിട്ടിയതും എനിക്കും ഏട്ടനിക്കും കിട്ടിയ ട്രോഫികളാട്ടോ. ഒക്കെ കേടായിട്ടുണ്ട്. ഇവിടെ വെച്ച ചെതൽ പിടിക്കും ഒന്നായിട്ട്. കണ്ടെങ്കിൽ ചെതൽ പിടിച്ചതാണ്. ഇത് ചേച്ചിൻ്റെതാ കേട്ടോ. ചേച്ചിക്ക് SSLC സാൻസ്ക്രിറ്റിൽ A+ൻ്റെ. പിന്നെ അതിലേതൊക്കെ ഉണ്ട് ചേച്ചിൻ്റെ അധികം ഉണ്ട് കേട്ടോ. ഞാനില്ലേ സ്പോർട്സിലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കലുണ്ടായിരുന്നു. ബാക്കിലില്ലേ എൻ്റെ ഫ്രണ്ട് +2 തന്ന ഫോട്ടോയാണ്. ഇവിടെ കോള് വന്ന അമ്മേൻ്റെ അനിയത്തി കോള് ചെയ്തതാ. അങ്ങനെ ഇതില്ലേ എൻ്റെ LP സ്കൂൾ UP സ്കൂളിൽ കേട്ടോ. 1 to 4 പിന്നെ 5 to 7 ആണ്. പിന്നെ ചേച്ചിൻ്റെയും ഏട്ടന്മാരതുണ്ട് കേട്ടോ അതിൽ. പിന്നെ ഇവിടെ ഫാൻ, എനിക്ക് മറ്റേ മേലെ ഫാൻ പേടിയാണ്. അപ്പം അതുകൊണ്ട് ടേബിൾ ഫാനാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറയുമ്പം ഇത് ചെറിയ ഏട്ടൻ്റെ റൂം ഇവിടെ കേട്ടോ. ഇതിലാണ് അമ്മൻ്റെ അനിയത്തിൻ്റെ മോനും ചെറിയ ഏട്ടനും. ഇവിടെ ഫ്രെയിമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ കേട്ടോ. പിന്നെ എന്ന് പറയുമ്പം ഇവിടുത്തെ കേട്ടോ ദൈവം ഉള്ളത്. ചെറിയ ഏട്ടൻ കിടക്കുന്ന റൂമിൽ തന്നെ. പിന്നെതാ ഇവിടെ ഒരാൾ കിടക്കുന്നു. നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് വന്നതാട്ടോ. ചെറിയ ഏട്ടനാണേ. ഇത് വലിയ ഏട്ടൻ്റെ റൂമാട്ടോ. അത് ഞാനവിടെ തുടച്ചൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് ഇവനോട് പറഞ്ഞ് ഇവിടെ കിടന്നു. ഉറങ്ങുന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. നൈറ്റ് ചെയ്ത് വന്നതാ. പിന്നെ ഇത് ചെറിയൊരു ഹോൾ, എന്താ പറയുക, അത് ഇവിടെ ഫുഡ് കഴിക്കാട്ടോ. ഇവിടെ ഇരുന്നിട്ട്. പക്ഷെ ഞാനൊക്കെ താഴെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. എനിക്ക് അതാ ഇഷ്ടം, താഴെ ഇരുന്ന് ഫുഡ് കഴിക്കണം. എനിക്ക് ഇതും ഇരുന്ന് ഫുഡ് കഴിക്കണം ഇഷ്ടമല്ല. പിന്നെ ഇത് ഹാള്. ഇവിടെയാണ് അമ്മയും അച്ഛനും കിടക്കാറ്. ഇത് അൽമിറ. ഇത് TV കേടായതാണ്. ഇത് വർക്കിംഗ് ആയിരുന്നു, പക്ഷേ ഇടി വന്നപ്പം അടിച്ചുപോയി. അങ്ങനെ അത് പോയി. പിന്നെ എന്താട്ടോ ഹാള്. പിന്നെ ഇത് വെള്ളം വെക്കുന്നതാട്ടോ. ഇതിൽ 24 hour ഹോട്ടും കൂളുണ്ടാവും കേട്ടോ. നമ്മൾ ചൂടുവെള്ളം വെക്കുകയാണെങ്കിൽ ചൂടുണ്ടാവും, തണുപ്പ് വെക്കുകയാണെങ്കിൽ തണുപ്പുണ്ടാവും. ഇതില്ലേ എൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വരണ്ട കേട്ടോ. അതിന് വേണ്ടി ക്യാഷ് വെച്ചിരിക്കുക. ഇത് കിച്ചന് കേട്ടോ. ഇവിടെ ഫ്രിഡ്ജ്. ഇത് കേടായ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിലൊന്നും ഉണ്ടാവില്ല. ഫ്രിഡ്ജ്. ഇത് റേഷൻ ഫ്രൂട്ടാണ്. ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കണം.
അത് ഇന്നലെ വാങ്ങിയ കേക്ക് കുറച്ചും കൂടി ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചെറിയ ആട്ടൻ കഴിച്ചിട്ടില്ല, എനിക്കിഷ്ടമല്ല. അതിൻ്റെ സാധനം വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ സാധനം എത്തിയപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഒന്നല്ല ഇപ്പം ഞാൻ കാണിച്ചത്. ക്യാമ്പിനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഷൂ തുടയ്ക്കാൻ വേണ്ടിട്ടോ. അവിടുന്ന് പോളിഷ് ചെയ്യാൻ ടൈം കിട്ടണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, തുറന്ന് നോക്കണം. പിന്നെ ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നാളെ ആവും വരിക. ഇതിൽ കുറവാട്ടോ ഫ്ലിപ്പില്. സൺഡേ മാർക്കറ്റിൽ പോയി വാങ്ങൂട്ടോ ഞാൻ. പക്ഷെ എൻ്റെ പാകത്ത് നിന്റെ ടീഷർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ലാസ്റ്റ് ഫ്ലിപ്കാർട്ടാണ് ആവശ്യം വരിക. ഷൂ ഇതും വലുതാ തോന്നുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ ലൂസ് ഇടാം. ടീഷർട്ട് നമ്മൾ ലൈറ്റ് മീൻസ് ഡാർക്ക് ഒക്കെ കളർ പറ്റും. പക്ഷെ ലൈറ്റ് ഇതിൻ്റെ കളർ ഒരു ഗ്രേ കളറാണ്. ഇനിയൊരു സാധനം കിട്ടാണ്ട് മീഷോന്നും ഇതിൻ്റെ ട്രാക്ക് പാൻ്റാണ്. 14 ക്യാമ്പ്. നല്ല കമ്പനിയാണ്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടത്. ഇതിൻ്റെ പാകത്തുനിന്ന് നല്ല കമ്പനിയാണ്, നല്ല റേറ്റ് കുറവിന് കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം, ഒന്ന് ബ്ലാക്കും ഒന്ന് ഗ്രേ. ഇതാണ് ടീഷർട്ടും ബ്ലാക്കും ഗ്രേ ആണ് വാങ്ങിയത്. അതുകൊണ്ട് ഒരു ടീഷർട്ടും കൂടി വരാണ്ട്, പിന്നെ 2 ഹാഫ് പാൻറ്റും കൂടി വരാണ്ട്. അത് കഴിഞ്ഞു സാധനം വാങ്ങിക്കഴിഞ്ഞ്. ബാക്കിയുള്ള സാധനമൊക്കെ ഞാൻ സൺഡേ മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഞാൻ ഇനി ബാക്കി വീട് കാണിച്ചു തരാം കേട്ടോ. കിച്ചനല്ലായിരുന്നു ഞാൻ നിർത്തിയിരുന്നത് കേട്ടോ. അത് കോഴിക്കുള്ള വേസ്റ്റ് ആട്ടോ വെച്ചിരിക്കുന്നത്. കോഴിക്ക് ഇവിടെ കോഴിയുണ്ട്, കോഴി ഫാമുണ്ട്. അപ്പോൾ അവർക്ക് വേസ്റ്റ് കൊണ്ടു കൊടുക്കും കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീടാണ് ഇത്. കിച്ചൺ നടന്ന് പോയാൽ ഒരു ഹോള് ഇവിടെ ഇതാ. വലിയ ഏട്ടൻ്റെ റൂം, ചെറിയ ഏട്ടൻ്റെ റൂം, ദെൻ എൻ്റെ റൂം, ഇവിടെ അമ്മയും അച്ഛനും കിടക്കുന്നത്. മീൻസ് ഇത് ഹോളാണ് കേട്ടോ. 3 റൂമാണുള്ളത്. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോവുക ഇതിലെ. ഇത് കുൾമുറി, ബാത്റൂം ബാക്കിലാണ്. ഇത് കുൾമുറിയാണ്. ഇതിലെ കേട്ടോ നമ്മൾ പോവുക. അവിടെ കോഴി ഫാം ഉണ്ട് കേട്ടോ. ആ ബ്ലൂ ഷീറ്റ് വെച്ചിട്ടില്ലേ അവിടെ. ഇതിലും പോവാട്ടോ, പക്ഷെ ഞങ്ങൾ ഇതിലേ പോവാം. ഇതിൽ കുറേ കറങ്ങണം പോകുമ്പോൾ, പക്ഷെ ഇതിലെ നേരെ പോയാൽ മതി. അങ്ങനെ ഇത് ശരിക്കും ബാക്കാണ്, ഫ്രണ്ട് അപ്പുറത്താണ്. പക്ഷെ അപ്പുറത്ത് ഇല്ലേ വഴി ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിലാണ് പോവലും വരലൊക്കെ. അമ്മ ഇന്ന് കുറേ തിരുമ്പിയിട്ടുണ്ട്. അവിടെ ഉണ്ട് കുറേ തിരുമ്പിച്ച്. അമ്മ അതാ വീഡിയോ കോളിൽ സംസാരിക്കും. അതാണ് ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് കുറേ തിരുമ്പിന്ന്. അഞ്ഞെത്തി മുന്നില് പല്ലില്ല. ചിരിക്കണതാ കള്ളി. അത് ഞാൻ ഇന്നലെ കൊടുത്ത്. ഇവിടെ കൊറേ ഡ്രസ്. നമ്മ പറ അതിനെന്താ
പറഞ്ഞോ. സൗണ്ട് തെറ്റാ കുഴപ്പമില്ല. എന്താ പറയണ്ടേ? അമ്മക്ക് എന്താ പറയാണ്ട്? പുതിയ കൊല്ലാക്ക് സുഖം കൊല്ലാൻ നിക്കണം. എല്ലാരും ചേച്ചിമാര് ഏട്ടന്മാർക്ക് നല്ല സുഖം പോണം ഈ കൊല്ല. ഒരു വയ്യാതെ ഒന്നുമില്ല. നല്ല ജോബ് നടക്കണം. നല്ല ഒക്കെ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പ്രാർത്ഥിക്കാം. കേട്ടില്ല നിങ്ങള്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പം അമ്മ ഇന്നല്ലേ പുതിയ വർഷം, ഇന്നല്ലേ പറയണ്ടേന്ന്. ഇന്നലെ അല്ല, പക്ഷെ ഞാൻ ഇന്നലെ 12 മണിന്റെ ശേഷമാണ് പറഞ്ഞത്. ഇവിടെ ആട്ടോ ബാത്റൂം ബാക്കിൽ. പിന്നെ അത് മുറ്റം, വലിയ മുറ്റല്ലേ. ഇവിടെ ഞങ്ങൾ കുറേ കൃഷി ചെയ്തിരുന്നേ. പക്ഷെ എന്താ പറയുക, പുല്ല് വെട്ടാൻ വരുമ്പോൾ അതും കൂടി വെട്ടും. നമ്മൾ വീട്ടിലുണ്ടാവില്ല. അപ്പം പിന്നെ ചെയ്യില്ല. അമ്മയ്ക്ക് പിന്നെ മടുത്ത്. ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു വന്ന ആ ടൈമിൽ. കുറേ കുഴിച്ചിട്ടിരുന്നു ചെടികളൊക്കെ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ കറ്ററവായ. ഒരു മൈന കണ്ടിട്ടോ? അന്നില്ല അമ്മ, അതൊക്കെ വെറുതെയാ. അമ്മ വിശ്വസിക്കിട്ടോ മൈന, ഒറ്റ മൈന കാണരുതെന്നൊക്കെ. ഞാൻ കാണൂല. അങ്ങനെ ഇത് കേടായ ബൈക്കാട്ടോ. ചെറിയ ഏട്ടൻ്റെതാ. വലിയ ഏട്ടനിക്ക് സ്കൂട്ടി ഉണ്ട്. ഇത് എനിക്ക് ക്യാമ്പിനുള്ളത്. ഇരുമ്പ് വെച്ചിട്ടോ സോക്സും. ഇത് ബാഗ് ക്യാമ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് വിറകാട്ടോ, കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്നതാ വിറക്. അവിടെയുണ്ട് ആ ബ്ലാക്ക് ഷീറ്റിൻ്റെ അടിയിൽ കുറേ വിറക്കുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ചക്ക ഉണ്ട് കേട്ടോ, കറിക്ക് കൊണ്ടുവന്ന് വെച്ച ചക്ക. ഇവിടെത്താ ചക്കപ്പഴം കേട്ടോ. ചെറിയൊരു വീടാണ്, പക്ഷേ നല്ല വീടാണ്. പിന്നെ ഇത് വിൽക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ മാറായിരിക്കും. ഇതുവരെ ആരും വാങ്ങിയിട്ടില്ല. എന്താ പറയുക, ഇത് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പം ആരും അങ്ങനെ വാങ്ങൂല. വീട് പിന്നെ പൊട്ടിച്ച ഡബിൾ പണിയാവും. അതുകൊണ്ട് ആരും വാങ്ങില്ല. എന്തായാലും വാങ്ങുകയാണെങ്കിൽ മേ ബി മാറേണ്ടി വരും. ഇപ്പം അതുവരെ ഒന്നുമില്ല. അപ്പോൾ നീ ഞാൻ പോയി ചായ കുടിക്കട്ടെ. നമ്മളോട് ചായ ഉണ്ടാക്കാൻ പറയട്ടെ. ചായ കുടിക്കില്ല, കോഫി കേട്ടോ. ഞാൻ കോഫിയും ചായയൊക്കെ നിർത്തിയതായിരുന്നു. പിന്നെ ഇവരൊക്കെ വന്നപ്പോൾ നമ്മൾ ഒരാൾ കുടിക്കുന്ന കണ്ട് നമുക്കും കുടിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ പിന്നെ ഇടയ്ക്ക് കുടിക്കുള്ളൂ കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ ഞാൻ ഇനി പോട്ടെട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഹോം ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ഷെയർ ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.